Hello dear students, welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ S1 2024 S1 ജോയിൻ ചെയ്ത കുട്ടികൾ 2024 സ്കീം നിങ്ങൾക്ക് ഇയർ ബാക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നമ്മുടെ S2 ചന്ദ്ര ക്രാഷ് ബാച്ചിന്റെ ലോഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇത് എക്സാക്ട് ആയിട്ട് പറഞ്ഞുതരാം. സോ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 2024 സ്കീം ബിടെക്കാർക്ക് ഇയർ ബാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയർ ബാക്കിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോ സപ്പോസ് ഇത്ര ക്രെഡിറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു സർട്ടൻ ക്രെഡിറ്റ്സ് പറയും യൂണിവേഴ്സിറ്റി, ആ ക്രെഡിറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അതായത് സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിലേക്ക് പോകാൻ പറ്റില്ല, തേർഡ് ഇയറിൽ നിന്നും ഫൈനൽ ഇയറിലേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് ഇയർ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പോകാൻ പറ്റും. അതായത് നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിലേക്ക് പോകുന്ന സമയത്ത് ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഒരു 6 മാസം, അതായത് ഒരു സെമസ്റ്റർ പീരീഡ് നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് സെയിം സെമസ്റ്റർ പഠിച്ച് മുമ്പോട്ട് പോകണം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഇയർ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താണ്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി ഇത് വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഓക്കെ, സോ ആ ഒരു ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പോ യൂണിവേഴ്സിറ്റിയുടെ 2024 കരിക്കുലത്തിൽ പേജ് നമ്പർ 30 നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതേപോലൊരു സംഭവം കാണാൻ പറ്റും. ഞാൻ ഡയറക്ട്ലി നിങ്ങളുടെ കരിക്കുലത്തിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ടാണ് ഞാൻ മുമ്പ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ദ മിനിമം ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്റ്ററിംഗ് ടു ഹയർ സെമസ്റ്റേഴ്സ്. നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കേടാ, സ്റ്റുഡൻസ് മസ്റ്റ് മീറ്റ് the following minimum cumulative credit requirements to be eligible for registration in higher semesters. ആദ്യം ഞാൻ ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിന്റെ സ്ഥാനത്തും ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 4 ക്രെഡിറ്റ്സ്, 3 ക്രെഡിറ്റ്സ്, 2 ക്രെഡിറ്റ്സ് എന്നൊക്കെ. ഓക്കെ, സോ ആ ഒരു സബ്ജക്ട് പാസ്സാവുമ്പോഴാണ് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കിട്ടുക. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഒരു സബ്ജക്ട് പാസ്സായി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് 4 മാർക്കാണെങ്കിൽ യു ഗോട്ട് 4 ക്രെഡിറ്റ്സ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം മാക്സിമം സബ്ജക്ട്സ് പാസ്സായി കഴിഞ്ഞാൽ മാക്സിമം ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടാകും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇവിടെ പറയുന്നത് അതാണ്, സ്റ്റുഡൻസ് മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് മിനിമം ക്രെഡിറ്റ് റിക്വയർമെന്റ്സ്. അതായത് മസ്റ്റ് മീറ്റ്, നിങ്ങൾ മിനിമം ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ടു ബി എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ഇൻ ഹയർ സെമസ്റ്റേഴ്സ്. എപ്പോൾ ഹയർ സെമസ്റ്റേഴ്സ് പോകണമെങ്കിൽ നിങ്ങൾ മിനിമം ക്രെഡിറ്റ് റിക്വയർമെന്റ് അറ്റൈൻ ചെയ്തിരിക്കണം എന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, ഇയർ ബാക്കിനെ കുറിച്ചല്ല, ഇയർ ബാക്ക് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമാണ്, ഹയർ സെമസ്റ്റേഴ്സ് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ആ ഒരു ക്രെഡിറ്റ് വാങ്ങിച്ചിരിക്കണം. ക്ലിയർ? ഓക്കെ, ഇനി ക്രെഡിറ്റ്സിലേക്ക് ഞാൻ വരാം. എടാ, ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാ സബ്ജക്ട്സും ഓൾ പാസ് ആയ ഒരു കുട്ടിക്ക് കിട്ടുന്നത് 20 ക്രെഡിറ്റ് ആണ്. എത്രയാടാ? 20 ക്രെഡിറ്റ്. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിൽ 20 ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഓക്കെ, ദെൻ സെക്കൻഡ് സെമസ്റ്റർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 24 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സെക്കൻഡ് സെമസ്റ്ററിൽ എത്രയാടാ? 24 ക്രെഡിറ്റ്സ്. അതായത് S1ഉം S2ഉം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പാസ്സാണെങ്കിൽ 21 ക്രെഡിറ്റ്സ് അവിടെ കിട്ടി. സോറി, 21 അല്ല, 44 ക്രെഡിറ്റ്സ് അവിടെ കിട്ടി. കാരണം എന്താടാ, ഇവിടെ നോക്കിക്കേ, S1ൽ 20ഉം S2വിൽ 24ഉം, അങ്ങനെ മൊത്തം 44 ക്രെഡിറ്റ്സ് കിട്ടി. അപ്പോൾ S1ഉം S2ഉം നിങ്ങൾ ഫുൾ പാസ് ആണെങ്കിൽ 44 ക്രെഡിറ്റ്സ് കിട്ടിപ്പോയി. പേടിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം S1 റിസൾട്ട് വന്നു, സപ്ലി ഉള്ള കുട്ടികളായിരിക്കും, ചിലപ്പോൾ സപ്ലി ഇല്ലായിരിക്കും, നിങ്ങൾ സേഫാണ്. ഇനി S2 എക്സാംസ് വരാൻ പോകുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സപ്ലി ഇടരുത്, എക്സാമിന് പാസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ S1 S2 കൂടെ ചേർത്ത് എത്രയാണ് മക്കളെ വേണ്ടത്? 44 ക്രെഡിറ്റ്സ് വേണം. ദെൻ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 25 ക്രെഡിറ്റ് ആണ്. ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 24 ക്രെഡിറ്റ് ആണ്. ഫിഫ്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 23 ക്രെഡിറ്റ് ആണ്. സിക്സ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 23 ക്രെഡിറ്റ് ആണ്. അതായത് ഓൾ പാസ് ആകുമ്പോൾ മാത്രമേ ഈ ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുള്ളൂ. സെവൻത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 17 ക്രെഡിറ്റ്സ് ആണ്. എയ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടത് 11 ക്രെഡിറ്റ്സ് ആണ്. ക്ലിയർ ആണോ?
ഇതാണ് മിനിമം നിങ്ങളുടെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവിടെ, ഈ ഫസ്റ്റും സെക്കൻഡും ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഇതിന്റെ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ക്യുമുലേറ്റീവ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് 2 സെമസ്റ്റേഴ്സും കൂടെ ചേരുമ്പോൾ എത്ര കിട്ടണോടാ? 44 കിട്ടണം. ഇനി എപ്പോഴാണ് ഇയർ ബാക്ക് ആവുന്നത്? ഞാൻ പറഞ്ഞു എപ്പോഴാണ് ഇയർ ബാക്ക് ആവുന്നത്. ഇയർ ബാക്ക് ആവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിലേക്ക് പോകുമ്പോഴാണ് ഇയർ ബാക്ക് ആവുന്നത്. അതായത് 4th സെമ്മിൽ നിന്നും 5th സെമ്മിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് കടന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഗേറ്റ് കടക്കണമെങ്കിൽ നോക്കിയടാ, ഫോർത്ത് സെമസ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 5th സെമസ്റ്ററിൽ പോകണമെങ്കിൽ നോക്കിക്കേ, ഇതാണ് 5th സെമസ്റ്റർ. ഇതോട്ട് പോകണമെങ്കിൽ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് 18 ക്രെഡിറ്റ്സ് വേണം ഫ്രം S1 ആൻഡ് S2. മനസ്സിലായോടാ? ശ്രദ്ധിക്കുക. ഫോർത്ത് സെമസ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 5th സെമസ്റ്ററിലേക്ക് പോകണമെങ്കിൽ, സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡ് ഇയറിലേക്ക് പോകണമെങ്കിൽ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട് എന്താണ്? 18 ക്രെഡിറ്റ് എങ്കിലും മിനിമം വേണം. എവിടെ നിന്നുമാ? S1ൽ നിന്നും S2ൽ നിന്നും. അതായത് S1 S2 മൊത്തം എത്രയാടാ? 44 ക്രെഡിറ്റ് പോയിന്റ്സ് ആ. S1 S2 കൂടെ ചേരുമ്പോഴത്തേക്കും 44 ക്രെഡിറ്റ് പോയിന്റ്സ് വേണം. ഈ 44ൽ 18 ക്രെഡിറ്റ് പോയിന്റ്. ഓക്കെ, 44ൽ 18 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്, ഇയർ ബാക്ക് ഇല്ല. ഓക്കെ, മിനിമം ക്രെഡിറ്റ്സ് ആണ് പറയുന്നത് 18. അപ്പൊ എന്തില്ല? ഇയർ ബാക്ക് ആവില്ല. നിങ്ങൾ 4th നിന്നും 5th സെമസ്റ്ററിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേടാ? ഇനി അതേപോലെ അടുത്ത ഇയർ ബാക്കിന്റെ ക്രൈറ്റീരിയ, അടുത്ത ഗേറ്റ് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയറിൽ നിന്നും ഫൈനൽ ഇയറിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. തേർഡിൽ നിന്നും ഫൈനൽ ഇയറിലേക്ക് 4th ഇയറിലേക്ക് പോകുമ്പോൾ, അതായത് 6th സെമ്മിൽ നിന്നും S6ൽ നിന്നും S7ലേക്ക് പോകുമ്പോൾ, ഇപ്പോഴത്തെ S6കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോറി, ഇപ്പോഴത്തെ S6കാരും ശ്രദ്ധിക്കണം. ഇത് 2024 കാര്യമാണ്. നിങ്ങൾ വരാൻ പോകുന്ന S6കാർ, അതായത് തേർഡ് ഇയറിലെ ലാസ്റ്റ് സെം ആണ് ഇത്. S6, S1 S2 S3 S4 S5 S6 അല്ലെ? അപ്പോ ഈ S6ൽ നിന്നും S7ലേക്ക് പോകണമെങ്കിൽ ഇതാ ഈ ഗ്രേ അടിച്ച പോർഷൻസ് അല്ലേ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, കണ്ടോ എന്താ സംഭവം? S6ൽ നിന്നും S7ലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം? ഇവിടെ മിനിമം ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 37 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് വേണ്ടത്. നോക്കൂ, 6th നിന്നും 7th സെമ്മിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മിനിമം വേണ്ടത് 37 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. മിനിമം വേണ്ടത് എത്രയാടാ? 37 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. ഇത് എവിടെ നിന്നൊക്കെ വേണം? ഫ്രം S1 to S4. അതായത് S1 S2 S3 S4 ഈ 4 സെമസ്റ്ററുകൾ കൂടെ ചേർത്ത് നിങ്ങൾക്ക് എത്ര വേണം? 37 ക്രെഡിറ്റ്സ് മതി. അതായത് 4 സെമസ്റ്റർ ചേരുമ്പോൾ 93 ക്രെഡിറ്റ് പോയിന്റ്സിൽ നിന്നും, അതായത് ഇവിടെ നോക്കിക്കടാ, 93 ക്രെഡിറ്റ് പോയിന്റ്സിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് വെറും 37 ക്രെഡിറ്റ് പോയിന്റ്സ് മാത്രം. മനസ്സിലായോടാ? 93 ക്രെഡിറ്റ് പോയിന്റ്സിന് പകരം 93 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് വേണ്ടത്. അതിൽ മിനിമം 37 എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവില്ല? ഇയർ ഔട്ട് ആവില്ല. നിങ്ങൾ S6ൽ നിന്ന് നേരെ S7ലേക്ക് പോയിരിക്കും. മനസ്സിലായോ? സോ ഇതൊരു എന്താ പറയാ, വലിയൊരു ബുദ്ധിമുട്ടുള്ള സ്കോർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇത് എന്തിനാണ് ഇയർ ബാക്ക് വെച്ചിരിക്കുന്നത്? ബിക്കോസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, കാരണം വെറുതെ 4 കൊല്ലം പഠിച്ചിട്ട് പൈസയും കളഞ്ഞ് സമയം കളഞ്ഞിട്ട് ഒരു ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി വരരുത്. ഓക്കെ, അത് പാടില്ല. അപ്പൊ ഈ 4 വർഷം നമ്മൾ ടൈം മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് പാസ് ആകണം. അപ്പോൾ എക്സാമിന് നമ്മൾ ഒരു ഉത്സാഹത്തോട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ ബാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കലും 5ാം ക്ലാസ് പിടിച്ചിരുത്തും അല്ലേ? SSLCക്ക് തോറ്റ് എന്ത് ചെയ്യും? ഒരേ ഒരു പ്രാവശ്യം സേ എഴുതാം. ഓക്കെ, സേ എഴുതി പാസ് ആവണം. അത് കഴിഞ്ഞ് പിന്നേ ഉള്ളൂ. ഇനി പ്ലസ് 1ലാണെങ്കിലോ സെയിം, +2ലാണെങ്കിലോ +1 ഇംപ്രൂവ്മെന്റ് എക്സാം മാത്രമെങ്കിലും ഉള്ളൂ. ഇനി +2 ആണെങ്കിലോ അവർക്ക് സേ എക്സാം. പക്ഷെ കോളേജിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ ഉള്ളത്. എന്താ? സപ്ലി എന്ന് പറയുന്ന ആനുകൂല്യം. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്നത് വരെ എന്ത് ചെയ്യാം? നിങ്ങൾ സപ്ലി എഴുതാം. യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടോ ഇത്ര അറ്റംപ്റ്റ്സ്, ഓക്കെ, ഇത്ര ഇയർ, ആ സമയം കൊണ്ട് നിങ്ങൾക്ക് സപ്ലി എഴുതി പാസ്സാവാം. അങ്ങനെ ഒരു ചാൻസ് ആര് തരുന്നുണ്ട്? യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്.
ഓക്കെ, സോ ഇത് ബെറ്റർ എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എന്താ ഈ ഒരു മിനിമം ക്രെഡിറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? അതായത് ഒരു സെമസ്റ്ററിൽ 2-3 സബ്ജക്ട്, ഒരു 2 മാക്സിമം ഒരു സ്റ്റേബിൾ പോയിന്റ് ആണ്. 2 സബ്ജക്റ്റ് എങ്കിലും സപ്ലി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പാസ്സായിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് ഇയർ ഔട്ട് ആവാതെ രക്ഷപ്പെടാം. അപ്പോൾ നമ്പർ ഓഫ് സപ്ലിയും കുറയും, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ സപ്ലൈ ഉണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് നല്ലൊരു ജോബിൽ കയറാനും പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇയർ ബാക്ക് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊരു എന്താ പറയാ വലിയൊരു ബുദ്ധിമുട്ടിക്കുന്ന സംഭവം എന്നല്ല. ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്ന കുറവ് തന്നെയാണ്. നമ്മളും പറയുന്നത് എപ്പോഴാണ്, എന്താണ്, അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് എക്സാമിന് തോൽക്കരുത്. നമ്മുടെ ഇപ്പൊ നിങ്ങൾ കാണാം നമ്മുടെ ടാഗ് ലൈൻ എന്താണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇനി പരീക്ഷയിൽ തോൽക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പരീക്ഷയിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ ബെറ്റർ എഞ്ചിനീയേഴ്സിനാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വന്നത്. സോ ആ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് പാസ്സാവുക. എടാ ഞാനും ബിടെക് കഴിഞ്ഞതാണ്, ഈ എഞ്ചിനീയറിംഗ് എക്സാമിന് പാസ്സാവുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് 60 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, സോ ഇതൊരു വലിയ കാര്യമല്ല. ഇയർ ബാക്കിന്റെ കാര്യം മനസ്സിൽ വെച്ചോളൂ. S1 സപ്ലി ഇപ്പൊ തന്നെ എഴുതിയെടുക്കാം. ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബ്ലം സോൾവിങ്. നിങ്ങൾ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ആണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിക്കുന്നതും. ഓക്കെ, സോ 4 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോജിക്കൽ സ്കിൽസ് വേണം, റീസണിങ് സ്കിൽസ് വേണം, മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം, മാനേജ്മെന്റ് സ്കിൽസ് വേണം, ലീഡർഷിപ്പ് സ്കിൽസ് വേണം. ഇതൊക്കെ രൂപപ്പെട്ട് വരുന്ന സ്ഥലമാണ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സിലബസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ ഒരു ബെറ്റർ പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ബിടെക് സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനുള്ള സൊല്യൂഷനാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്, എന്താണ്? സപ്ലി അല്ലെ? S1 സപ്ലി ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് S1 സപ്ലി എല്ലാം ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീരമായ ഒരു അവസരമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഒരുക്കുന്നത്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരിക എന്നുള്ളതാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് അന്നും ചെയ്തിട്ടുള്ളത്, ഇന്നും ചെയ്യുന്നത്. സോ S1 സപ്ലീസ് നിങ്ങൾക്ക് ഇനി ഫ്രീ ആയി തന്നെ പഠിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഏപ്രിൽ 13 വരെ മാത്രമാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഓഫർ എന്നുള്ള കാര്യങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ S1 ഫ്രീ ക്ലാസിനെ കുറിച്ച് അന്വേഷിക്കുക. എല്ലാം നമ്മുടെ അഡ്മിഷൻസ് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ മറക്കണ്ട, നമ്മുടെ ഇയർ ബാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഓക്കെ, 4 വർഷം ഉണ്ടല്ലോ, 8 സെമസ്റ്റർ. ഈ 8 സെമസ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 167 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും. 167 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് എല്ലാ സബ്ജക്റ്റും പാസ്സാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് നല്ലൊരു വർക്ക് എക്സ്പോഷർ ആണ് കിട്ടുന്നത്. നിങ്ങളുടെ സ്കിൽസ് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിപ്പോ പ്രൈവറ്റ് കമ്പനീസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ജോബ്സ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ആയിക്കോട്ടെ, എന്തായാലും. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോയാൽ അതുപോലെ തന്നെയാണ്. കൂടുതൽ നോളജ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യുന്നു. PhDക്ക് പോയി കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുന്നു. സോ ആ ഒരു കാര്യമൊക്കെ ചിന്തിക്കുക, പുതിയ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക, ബെറ്റർ എഞ്ചിനീയേഴ്സ് ആവുക. എക്സാമിന് വെറുതെ പാസ്സാവുന്നതിലല്ല കാര്യം, എക്സാമിൽ പാസ്സാവുന്നതിൽ മാർക്ക് വാങ്ങിക്കുന്നതിലല്ല കാര്യം. പക്ഷേ എക്സാമിന് നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൽസ് അവിടെ പരിശോധിക്കപ്പെടും. ഈ സ്കിൽസിനോടൊപ്പം തന്നെ നിങ്ങളുടെ നോളജും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതായത് സിമ്പിൾ ലോജിക് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഈ 0 നോളജ് ഓക്കെ ഇൻറ്റു 100 സ്കിൽസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്ടാ? 0. 100 നോളജ് ഇൻറ്റു 100 സ്കിൽസ് ആണെങ്കിൽ അവിടെ എത്രയാടാ? മനസ്സിലാവുണ്ടോ? സോ 0 to 10,000 ആകണമെങ്കിൽ നിങ്ങൾക്ക് നോളജും വേണം, സ്കില്ലും വേണം. സ്കിൽസ് നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒക്കെ സ്കിൽസ് തന്നെയാണ്. നോളജ് അത് നേടിയെടുക്കുക തന്നെ വേണം, അത് ഏൺ ചെയ്യുക തന്നെ വേണം. നോളജ് ഈസ് ദ പവർ. ഓക്കെ, അത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, വെറുതെ ബിടെക് പഠിച്ച് വെറുതെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരും ഇരിക്കണ്ട. ബിടെക് നന്നായിട്ട് പഠിക്കുക, നല്ല നോളജ് ഉള്ളവരായിരിക്കുക. നാളെയുടെ കമ്പനീസിന് അവരെയാണ് ആവശ്യം, അല്ലാതെ വേറെ ആരും ആവശ്യമില്ല. നാളത്തെ കമ്പനീസിന് വേണ്ട ആരെന്നറിയാവോ? നല്ല നോളജ് ഉള്ള എഞ്ചിനീയേഴ്സിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വേണം. ബി എ ബെറ്റർ എഞ്ചിനീയർ. ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാലും ഇല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ പ്രഷർ മൂലം നിങ്ങൾ പഠിച്ചാലും പഠിക്കുക. 4 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ കയറിയതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ വേറൊരാളാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ജസ്റ്റ്
അത് ഫീൽ ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നില്ല വേറൊരു കോഴ്സ് കഴിയുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രൊഫഷണൽ കോഴ്സസിന് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ മെഡിസിൻ കഴിയുമ്പോൾ ഒരു ഡോക്ടർ DR അവർ ലേബലോടുകൂടി ഒരു ഡോക്ടർ ആവുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. അതേപോലെ LLB ഒരു അഡ്വക്കേറ്റ് ആയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എഞ്ചിനീയേഴ്സ് BTech കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. സോ അത് മനസ്സിലാക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ സപ്ലിക്ക് ക്ലിയർ ചെയ്തെടുക്കുക. S1 സപ്ലി ഫ്രീ ആയി പഠിക്കുക. ഓഫർ ഏപ്രിൽ 13 വരെയാണ്. ഈ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ സോ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. സോ ഓൾ ദി ബെസ്റ്റ്.